ഡേ 4 ഓഫ് സ്റ്റാർട്ടിങ് മൈ ബിസിനസ്. എവിടേക്ക് ഇറങ്ങി തിരിച്ചാലും ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റിക്കർ ഡിസൈൻ ചെയ്യണം. സ്റ്റിക്കർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോട്ടക്കരയിലുള്ള ഡോട്ട്സിലേക്കാണ്. ഞാൻ ഇന്നലെ വന്നിട്ട് മാറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് വയ്ക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി വല്ല ഡിസൈനും കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരം പ്രിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തു തരും. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഡിസൈൻ ചെയ്യണത് ഈ ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം തീർത്തു തന്നു. ഇതാണ് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഡിസൈൻ. അപ്പോൾ ഡിസൈനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പ്രിൻ്റൊക്കെ എടുത്ത് ഞാനിതാ തിരിച്ച് വീട്ടിൽ. പിന്നെ സേവറിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവറിക്സ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പേജ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാവരെയും ചോദ്യമാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടായിട്ടുള്ള 17 കോഴ്സ് ഫ്രഞ്ച് ക്ലാസിക്കൽ മെനുവിലത്തെ ഒരു ടേമാണ് സേവറി. അപ്പോൾ അതൊരു ഫ്രഞ്ച് വേർഡ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് സേവറി എന്നാണ്. നമ്മൾ മലയാളികൾക്ക് സേവറി, സേവറിക്സ് എന്നൊക്കെ വായിക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ടേസ്റ്റി, ഫ്ലേവർഫുൾ. അപ്പോൾ നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.